കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. നമുക്കിന്ന് ഒരു പച്ച ഏത്തക്ക വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏത്തക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അരച്ച് ചേർക്കാനായിട്ട് ഇതിനകത്തേക്ക് അരമുറി തേങ്ങ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ചെറിയ അല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ തോരനൊരിക്കലും അരയ്ക്കല്ല, ചതക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയായിരിക്കും. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് നമുക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് നമുക്ക് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് അരി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ അരിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തോരന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഏത്തക്ക തോരൻ വെക്കുമ്പം അരി ഇതുപോലെ വറുത്ത് ചേർക്കാറുണ്ട്. ഇതൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അരി ഏകദേശം നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് കൂടെ ചെറിയ പീസായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏത്തയ്ക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒരു ആവി കയറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് കയ്യിലൊന്ന് ഞെരടിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് അടച്ചു വെച്ച് ഒരു ആവിയും കൂടെ കയറ്റാം. അപ്പോഴത്തെ കറിവേപ്പില ആ ടേസ്റ്റോടെ നമ്മുടെ തോരനകത്തേക്ക് കിട്ടും. ഇപ്പം നമ്മുടെ തോരൻ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.